നമസ്കാരം, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല തവണയായി വന്നിരുന്ന വാർത്തകൾക്ക് ശേഷം ഒടുവിൽ ദേശീയപാത അതോറിറ്റി 2024 പുതുവത്സരത്തിൽ 3 പ്രധാന പദ്ധതികൾ തുടങ്ങും എന്നറിയിച്ചിരിക്കുകയാണ്. ഈഞ്ചക്കലിലെ ഫ്ലൈ ഓവർ, തിരുവല്ലത്തെ സർവീസ് പാലം, ആനയറയിൽ അണ്ടർപാസ് എന്നിവയാണ് 2024 തുടങ്ങുന്നത്. ജനുവരിയിൽ ഇതിൻ്റെ ടെൻഡർ വിളിച്ച് മാർച്ചിൽ പണി തുടങ്ങും എന്നാണിപ്പോൾ അറിയുന്നത്. ആദ്യം ഈഞ്ചക്കലിലെ ഫ്ലൈ ഓവറിൻ്റെ വിശേഷം ഒന്ന് നോക്കാം. ദേശീയപാത 66-ൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരിടമാണ് ഈഞ്ചക്കൽ ജംഗ്ഷൻ. ഇവിടെ ചാക്ക ഫ്ലൈ ഓവർ അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങി മുട്ടത്തറ ഭാഗത്ത് ഓവർപാസ് വരെയാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ DPR നേരത്തെ തയ്യാറാക്കിയിരുന്നു. 4 വരി പാതയാണ്. ഓരോ 25 മീറ്ററിലും സ്പാനുകൾ വരും. അങ്ങനെ 9 സ്പാനുകൾ. മൊത്തം 47 കോടിയാണ് ഇതിൻ്റെ ചിലവ്. അടുത്തത് തിരുവല്ലം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 100-ന് മുകളിൽ അപകടം നടന്ന ഇടമാണ്. 110 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിൽ 2 വരി പാതയാണ് വരുന്നത്. 10 കോടിയാണ് ഇതിൻ്റെ ചിലവ്. ഇപ്പോൾ ഇവിടെയുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം വരുന്നത്. അമ്പലത്തറ ഭാഗത്തു നിന്നും വരുന്ന റോഡ് കരമനയാറിന് കുറുകെ കടന്ന് തിരുവല്ലം ജംഗ്ഷനുമായി ചേരും. ഇപ്പോൾ വൺ വേ ഉള്ള ഇവിടെ വെള്ളായണി, വെങ്ങാനൂർ, പാച്ചല്ലൂർ, കരുമം എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളും അമ്പലത്തറ, കുമരിച്ചന്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും വൺ വേ കടന്നു പോകുന്നതിനാൽ വൻ അപകട സാധ്യതയും ഗതാഗത കുരുക്കും പതിവാണ്. അടുത്തതായി വരുന്നത് ആനയറയിലെ അണ്ടർപാസ് ആണ്. ലോർഡ്സ് ആശുപത്രി ഭാഗത്തു നിന്നും തുടങ്ങി കരിക്കകം ഭാഗത്തേക്കാണ് ഇത് വരുന്നത്. 30 കോടിയാണ് ഇതിന്റെ ചിലവ്. ഇവിടെയും വലിയ അപകടങ്ങൾ പതിവായി സംഭവിക്കുന്ന ഇടമാണ്. ഇതെല്ലാം നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളാണെങ്കിലും സാങ്കേതിക സാമ്പത്തിക പരിശോധനകളിലുണ്ടായ കാലതാമസമാണ് ഇത്രയും വൈകുവാനിടയായത്. ഈഞ്ചക്കൽ മേൽപ്പാലത്തിന്റെ DPRന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അംഗീകാരം ലഭിച്ചിരുന്നു. കോവളം, ശംഖുമുഖം, വിഴിഞ്ഞം എന്നീ ഭാഗങ്ങളിൽ നിന്നും കിഴക്കേക്കോട്ട, വള്ളക്കടവ്, ശ്രീവരാഹം, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു കൂട്ട പൊരിച്ചിലാണ് ഈഞ്ചക്കലിൽ നടക്കുന്നത്. ഇതിനോടൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി NH66-ൽ അപകട സാധ്യത കൂടിയ 4 ബ്ലാക്ക് സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈഞ്ചക്കൽ, ആനയറ, തിരുവല്ലം, പഴയകട എന്നിവയാണ് ഈ പ്രദേശങ്ങൾ. ഈ സ്ഥലങ്ങളിലെ നവീകരണത്തിനായി 98.05 കോടിയുടെ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് മറ്റൊരു വാർത്തയും വന്നിരിക്കുകയാണ്. പുതിയ നടപ്പാതകൾ, പഴയവയെല്ലാം പുതുക്കുക, ചെറിയ പാലങ്ങളുടെ നവീകരണം, കലുങ്കുകൾ, ഓടകൾ, ഡിവൈഡറുകൾ, ഡ്രെയിനേജ് സംവിധാനം എന്നിവയുടെ മെയിൻ്റനൻസ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പഴയകട ഭാഗത്ത് 14 മീറ്ററിൽ ഒരു വെഹിക്കുലാർ ഓവർപാസും പദ്ധതിയിലുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയായാലും മഴക്കാലമാകുന്നതോടെ NH66-ന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം പതിവാവുകയാണ്. വർഷത്തിൽ നല്ലൊരു സമയവും മഴ ലഭിക്കുന്ന കേരളത്തിൽ ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ഡ്രെയിനേജ് സംവിധാനം ഫലപ്രദമാകുന്നില്ല എന്നൊരു അഭിപ്രായം പൊതുവെ ഉയരുന്നുണ്ട്. ഒരു പ്രദേശത്തിന്റെ ജലമൊഴുക്കിന്റെ ശരിയായ അവലോകനം നടത്താതെയുള്ള റോഡ് നിർമ്മാണം റോഡിന് ഇരുവശത്തുമുള്ള പല പ്രദേശങ്ങളെയും വെള്ളത്തിൽ മുക്കുകയാണ്. ഇതിനുകൂടി ഒരു ശാശ്വത പരിഹാരം പുതിയ പദ്ധതികൾ വരുന്നതോടെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷമായി വീണ്ടും വരാം. ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.